സഫ്വാനും ഉമൈർ ഇബ്നു വഹബും കഅബത്തിന്റെ അടുത്ത് ചർച്ച. മുഹമ്മദിനെ എങ്ങനെയാ തട്ടിക്കളിയാ? അപ്പോ മദീനത്ത് പോയിട്ട് ആ തട്ടുണ്ട്. നബിതങ്ങൾ തുപ്പുന്ന സമയത്ത് കൈ കാണിച്ചു കൊടുത്തിട്ട് അത് മുഖത്ത് പുരട്ടുകയാണ്, ശരീരത്തിൽ പുരട്ടുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രനേക്കാൾ നല്ല സുഗന്ധമാണ്, ഔഷധമാണ്. അലിയുള്ളാഹിന്റെ ചെങ്കണ്ണ് രോഗം പുരട്ടുമ്പോൾ തന്നെ മാറിപ്പോയതാ. അപ്പൊ അങ്ങനത്തെ സഹാബത്തിന്റെ അടുത്ത് പോയി റസൂലുള്ളാഹിനെ തട്ടാൻ കഴിയോ? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, ഞാൻ പോകാം, ഒരു കൈ നോക്കാം, തട്ടുകയും ചെയ്യാം. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ? എന്റെ മക്കളെ കാര്യം ആരാ നോക്കുക? എന്റെ കടമാരാ വീട്ടുക? സഫ്വാൻ, അതൊക്കെ ഞാൻ റെഡി. നിന്റെ കടം ഞാൻ വീട്ടിക്കോളാം, നിന്റെ മക്കളെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നീ പോവാ മദീനത്ത് ഓൾറെഡി 4 വാള് നന്നായി മൂർച്ച കൂട്ടി വിഷം കൂട്ടിയിട്ട് വാൾ കൊടുത്ത് സഫ്വാൻ പെട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ ചെല്ലുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പുറത്തുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, ശൈത്താൻ മിൻ ശയാതീൻ ഖുറൈശികളെ ശൈത്താൻ കൊടുത്തു. ശൈത്താൻ ഒരു ശൈത്താൻ നമ്മുടെ മക്കത്ത് നിന്ന് എല്ലാ ശല്യവും ചെയ്ത ശൈത്താൻ വരുന്നുണ്ട്, തങ്ങളെ തട്ടാൻ തന്നെ വരിക. ഞാൻ വിടൂല നബിയെ. ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ വിടൂല നബിയെ. അല്ലാഹു റസൂൽ അർസിലുഹു യാ ഉമർ, വിട്ടോ ഉമറേ, ഇങ്ങ് വിട്ടേ, വരട്ടെ. അടുത്തേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ആര് വന്നു? ഉമൈർ ഇബ്നു വഹബ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പോയിട്ട് മെല്ലെ ഉമൈർ ഇബ്നു വഹബ് കേറിക്ക് വരുമ്പോ കൈ പിടിച്ച് അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഒരൽപ്പം ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടു. സഹോദരന്മാരെ, ഉമൈർ ഇബ്നു വഹബ് കേറിക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊട്ടു. ഉമൈർ ഇബ്നു വഹബിനെ കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് സുകാര്യത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല ധൈര്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമൈറേ, മക്കയെന്ന് വരികയല്ലേ? അതെ. കഅബത്തിന്റെ അടുക്കൽ ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്ത് നീയും സഫ്വാനും കൂടി ഒരു യോഗം ചേർന്നില്ലേ? തീരുമാനിച്ചില്ലേ? എന്നെ തട്ടാൻ തീരുമാനിച്ചപ്പോ നിന്റെ കടം വീട്ടാണ്, നിന്റെ മക്കളെ കാര്യം നോക്കാൻ സഫ്വാൻ ഏറ്റെടുത്തില്ലേ? അങ്ങനെ സഫ്വാൻ ഏറ്റെടുത്ത ധൈര്യത്തിൽ വന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ ഇബ്നു വഹബ് ഇങ്ങനെ ആലോചിക്കും, ഇതേതാ മനുഷ്യൻ? ഇതൊരു സാധാരണ മനുഷ്യനാണോ? ഇതൊരു സാധാരണ അറിവാണ്. 500ഓളം കിലോമീറ്റർ അകലെന്ന് ഞങ്ങൾ രണ്ടാളും മാത്രം അറിയുന്ന ആൾക്കാരുടെ തീരുമാനം. മദീനയിൽ ഇരുന്നിട്ട് എന്നോട് പച്ചയെ ചോദിക്കല്ലേ? ഇനി എന്ത് സംശയിക്കാനാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമൈർ ഇബ്നു വഹബ് മക്കത്തേക്ക് മടങ്ങിപ്പോ ആരെ കാണാൻ? ഇവിടെ കടങ്ങളൊക്കെ ഏറ്റെടുത്തൊരു സഫ്വാൻ ഉണ്ടല്ലോ. സഫ്വാന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഫ്വാൻ ഇങ്ങനെ നോക്കിക്കുക. എന്തേ? ഹിദായത്തിന്റെ വെളിച്ചം വന്നു കൊടുത്താൽ അങ്ങനെ. അതേ സമയത്ത് അബൂജഹലോ, അബൂജഹൽ ഞാൻ 2 നേരത്തെ പറഞ്ഞു, വേറെ എത്രയുണ്ട് പറയാൻ? കുട്ടിക്കാലത്ത് ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല. ഒട്ടാകെ നോക്കിയെടുക്കാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോഴുണ്ട് അബൂജഹൽ ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് കൊണ്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു ചെറിയ കുട്ടിയെ അബൂജഹൽ അബ്ദുൽ മുത്തലിബ് ഞങ്ങളെ മകനെ വല്ലാത്ത അത്ഭുതമുള്ള ഒരു മകനാണ്, കുട്ടിക്കാലാണ്. ഭാര്യ അത്ഭുതം. എന്തേ? ഞാൻ ഈ കുട്ടി ആരും ഇല്ലാതെ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ എടുത്തിട്ട് എന്റെ ഒട്ടകത്തിൽ എന്റെ ബേക്കിൽ വെച്ചു. സാധാരണ അങ്ങനല്ലേ, ഒരാളെ സൈക്കിൾ വെക്കാൻ ബേക്കിലല്ലേ കറ്റുക. ഞാൻ എന്റെ ബേക്കിൽ വെച്ചു. ഒട്ടകം നടക്കുന്നില്ല, എത്ര തെളിച്ചിട്ട് നടക്കുന്നില്ല. ഞാൻ മെല്ലെ കുട്ടീനെ എടുത്ത് മുന്നിൽ വെച്ചപ്പോ ഒട്ടകം സുഖസുന്ദരമായിട്ട് നടക്കും. ഈ ഒട്ടകത്തിന്റെ ഈ ഹമുക്കിന്റെ മുമ്പിൽ ഇരിക്കേണ്ട ആളാണ് ഇത്. ഒട്ടകം സുഖസുന്ദരമായിട്ട് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കണ്ടിട്ട് അബൂജഹൽ നന്നായി. അപ്പൊ തെളിവ് കിട്ടിയാൽ നന്നാവും എന്ന് പറയുന്നവരൊക്കെ തെളിവ് കിട്ടിയാൽ നന്നാവുന്നില്ല. തെളിവില്ലാഞ്ഞിട്ടല്ല, തെളിവ് പരന്നു കിടക്കുകയാണ്. പറഞ്ഞാൽ തീരൂല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ പ്രസംഗം നിർത്തട്ടെ. ഒരു യഹൂദി, അല്ലാഹ് ഹിദായത്ത് കൊടുത്താൽ കിട്ടും. ഒരു യഹൂദി ഒരു ദിവസം തൗറാത്ത് പഠിച്ചു. എപ്പോ? ശനിയാഴ്ച. അവരെ ജുമാ ദിവസമാണ്, വലിയ ബഹുമാനമുള്ള സമയം. ശനിയാഴ്ച തുറന്നു നോക്കി തൗറാത്ത്. ചിലർ വെള്ളിയാഴ്ച മാത്രം ഖുർആൻ തുറന്നു നോക്കുന്നവരില്ല. നമ്മളെ തൗറാത്ത് തുറന്നു 4 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ എന്നാ പറിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ പറിച്ചാൽ അങ്ങനെ എന്നാ പറിച്ചു. അപ്പൊ എന്തായി? പിറ്റേത്തെ ശനിയാഴ്ച പിന്നെ തൗറാത്ത് 8 സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ ബഹുമാനം, അതും പറിച്ചു. പിന്നെ പിറ്റത്തെ ശനിയാഴ്ച എടുത്തു 12 സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ ബഹുമാനം. ഇയാൾ ആലോചിച്ച്, പഠിച്ചോനെ, ഞാൻ ഇത് പറിക്കുന്നതിനനുസരിച്ച് കൂടുന്നല്ലേ? അതുകൊണ്ട് ഇനി ഞാനിത് പറിച്ചാൽ ഇനി തൗറാത്ത് എടുത്തു തീർത്തും മുഹമ്മദിന്റെ ബഹുമാനായി. അതുകൊണ്ട് ഇനി പറിക്കൽ വേണ്ട, തൗറാത്താണ് മടക്കി ഇറങ്ങിയിട്ട് തൗറാത്തിൽ വിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, യഹൂദി പണ്ഡിതന്മാർ. അവരോട് ചോദിച്ചു, അല്ല മൻ മുഹമ്മദ്, ആരേ മുഹമ്മദ്? ഈ യഹൂദി പണ്ഡിതന്മാർക്ക് നന്നായിട്ട് അറിയാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. മക്കൾ അറിയുമ്പോൾ അറിയാം നബി തങ്ങളെ
പക്ഷേ അസൂയ സമ്മതിക്കുന്നില്ല. ആ അസൂയ കൊണ്ട് ഒരു നിലക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. ഈ യഹൂദി പണ്ഡിതന്മാരെന്താ പറഞ്ഞറിയോ? പച്ച കള്ളം പറയുന്ന ഒരു മനുഷ്യനാ. നീ അയാളെ കാണുകയും വേണ്ട, അയാൾ ഇനിയും കാണാം, അതാ ഖൈർ. റസൂലുള്ളാഹിനെ പറ്റി പച്ച കള്ളം ഈ അസൂയാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഇയാൾ ബിഹഖി തൗറാത്തി മൂസ അല്ലാ തുനഉനി മിൻ സിയാറതിഹി. മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്ത് മുന്നിട്ട് ചെയ്യാൻ പറയാം, നിങ്ങൾ എന്നെ തടഞ്ഞു വെക്കല്ല, ഞാൻ പോയി കണ്ടോട്ടെ. ഓ കണ്ടോ, നീ പോന്നെ പോയിക്ക, ഞാൻ കണ്ട. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഷാമിൽ നിന്നാണ്, സിറിയയിൽ നിന്നാണ്. രാത്രിയും പകലും വാഹനപ്പുറത്ത് യാത്ര ചെയ്തു. മദീനയിലേക്ക് വന്നപ്പോ ആദ്യം തന്നെ കാണുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാണ്. വല്ലാത്ത ഭംഗിയും ബുദ്ധിയുമുള്ള ആളാണ്. സൽമാനുൽ ഫാരിസിനെ കണ്ടപ്പോ ഇയാൾക്ക് തോന്നി ഇതായിരിക്കും മുഹമ്മദ് നബി, കാരണം വലിയ ഭംഗിയുള്ള ആളാണ്, തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളാ മുഹമ്മദ് എന്ന് ചോദിച്ചു. സൽമാനുൽ ഫാരിസിനെ പൊട്ടി കൊണ്ട് കരഞ്ഞു. എന്താ കരയാൻ കാരണം? 3 ദിവസം മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്തായ ദുഃഖത്തിലിരിക്കുമ്പോ നിങ്ങളാ മുഹമ്മദ് എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് കരഞ്ഞുപോയി സൽമാനുൽ ഫാരിസി. അവിടുന്ന് പറഞ്ഞു, അന അബ്ദുഹു, ഞാനാ മുഹമ്മദ് നബിയുടെ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലഹകൽ ജമ്മൽ ഗഫീറു. സഹാബത്തിന്റെ പ്രയോഗമാണ്. നബി തങ്ങളുടെ അടിമയാണ് ഞാൻ. ഇതങ്ങ് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ ചോദ്യം ഐനഹുവ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എവിടെയാണ് അവിടുന്നുള്ളത്? യഹൂദി ചോദിക്കുമ്പോ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ 3 ദിവസം മുമ്പ് വഫാത്തായി പോയിന്നല്ലേ പറയണ്ടേ? അത് സൽമാൻ ഫാരിസികൾ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ എന്താ കുഴപ്പോ? അത് പറഞ്ഞാൽ ഇയാൾ മടങ്ങിപ്പോ. അപ്പൊ ഇയാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്, ഇല്ലാണ്ട് വഫാത്തായി എന്ന് പറഞ്ഞില്ല, ഉണ്ട് എന്ന് പറഞ്ഞില്ല, കളവ് പറയാൻ പറ്റില്ലല്ലോ. എന്ത് പറഞ്ഞു? ഞമ്മക്ക് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരെടുക്ക പോവാന്ന്. ഇയാൾ എന്നാ പോവാ? മദീനത്തെ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ നിറയെ സഹാബത്താ. അവരൊക്കെ ദുഃഖത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം 3 ദിവസമല്ലേ ആയുള്ളൂ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട്. ഇയാള് നേരെ കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്. മൂപ്പര ധാരണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് പറഞ്ഞു തീരുമ്പോഴേക്ക് സഹാബത്ത് മുഴുവനും കൂട്ടക്കരച്ചിൽ തന്നെ. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവരെ മനസ്സിൽ ഓർമ്മ വന്നു. എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹത്തോട്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? നിങ്ങൾ എവിടുന്ന് വരികയാണ്? നിങ്ങൾക്കറിയില്ലേ 3 ദിവസമായില്ലേ അവിടുന്ന് വിട്ടുപിരിഞ്ഞിട്ട്? ആ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ഫസാഹ, അവിടുന്ന് അതാ ഉറക്കെ നിലവിളിക്കുന്നു, യാ ഹുസ്നാ വാദിയാ സഫരീ, എന്റെ ദുഃഖമേ, എന്റെ യാത്രയുടെ നഷ്ടമേ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ തൗറാത്ത് നോക്കിയിട്ട് കണ്ടിരുന്നില്ലെങ്കിൽ, കണ്ട സ്ഥിതിക്ക് വന്നപ്പോൾ അവിടുത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്നത്? ഹൽ മിൻകും അലി, നിങ്ങളെ കൂട്ടത്തിൽ അലിയുണ്ടോ? നഅം ഉണ്ട്, അലി ഇബ്നു അബീ താലിബ്. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അലി. നിങ്ങളെ കുറിച്ച് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് എനിക്ക് മുഹമ്മദ് നബിയുടെ മഹത്വം, അവിടുത്തെ വിശേഷണം ഒന്ന് പറഞ്ഞു തരുമോ? അലി റളിയല്ലാഹു അൻഹു തുടങ്ങി റസൂലുള്ളാഹിന്റെ മദ്ഹ്. ലാദേ കാനലാ ഖബീലം വലാ ഖസീറാ, അവിടുത്തെ കൂടുതൽ പൊക്കമുള്ള ആളല്ല, കൂടുതൽ നീളം കുറഞ്ഞ ആളല്ല, ഒത്ത നീളമുള്ള ആളാണ്. മുദബ്ബറർ റസി, വട്ടത്തലയാണ്. അതേ അസജ്ജൽ ഹാജിബൈൻ സഹ്ലൽ ഖദ്ദൈൻ അഖ്മസൽ ഖദമൈൻ വാദിഹൽ ജബീൻ. അവിടുത്തെ കണ്ണിന്റെ അഴക്, അവിടുത്തെ മുഖത്തിന്റെ അഴക്, അവിടുത്തെ നെറ്റിയുടെ അഴക്, അവിടുത്തെ കാലിന്റെ അഴക്, അങ്ങനെ അവിടുത്തെ ഭംഗികളൊക്കെ വിവരിച്ചുകൊണ്ട് അവിടുത്തെ ചുമലിനിടയിൽ നുബുവത്തിന്റെ അടയാളം ഇങ്ങനെ അങ്ങ് പറയുമ്പോ, അതേ ഇതാ ചിരിച്ചാൽ അവിടുത്തെ അവിടുത്തെ തൊള്ളയിൽ പ്രകാശം ഇങ്ങനെ ചൊരിയും. ഈ യഹൂദി പറയുന്നു, തൗറാത്തിലും ഇങ്ങനെ തന്നെയാ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ?
ഹൽ ബഖിയ സൗബുൻ നശുമുഹു, എനിക്ക് മണക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വസ്ത്രം കിട്ടുമോ? സ്നേഹം വന്നാൽ അങ്ങനെയാണ്. അവിടുന്ന് തൊട്ട സാധനം കിട്ടുമോ എന്നാണ്. പിന്നെ അവിടുത്തെ ശറഫാക്കപ്പെട്ട അവിടുത്തെ പുണ്യകേശം കിട്ടുമെങ്കിൽ പറയണോ? അവിടുന്ന് വിതരണം ചെയ്തതല്ലേ ഹജ്ജത്തുൽ വദായിൽ. സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, വസ്ത്രം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവിയുടെ സമീപത്തേക്ക് ജുബ്ബക്കുപ്പായം കൊടുത്തേക്കണം. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിരിക്കുകയാണ്. മയ്യഖറഉ ബാബൽ യതാമ, യതീം കുട്ടികളെ വാതിലിനാരാ മുട്ടുന്നു? ഫാത്തിമ ബീവിയുടെ ചോദ്യം. അലി ഇബ്നു അബീ താലിബ് അയച്ചതാണ്, സൽമാനാണ്. ജുബ്ബക്കുപ്പായം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബക്കുപ്പായം എടുത്തു തരണം. ആരാണ് ബാപ്പയുടെ കുപ്പായം ധരിക്കാനല്ല, ചുംബിക്കാനാണ്. ആ കുപ്പായം എടുത്തു കൊടുത്തു, ആദരവോടെ കൊണ്ടുവന്നു മദീന പള്ളിയിലേക്ക്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, ജുബ്ബക്കുപ്പായം നിവർത്തി നോക്കുമ്പോ 7 സ്ഥലത്ത് അതാ 7 സ്ഥലത്ത് നാര് കൊണ്ട് തുന്നിയിട്ടുണ്ട്. 7 സ്ഥലത്ത് നാര് കൊണ്ട് തുന്നിയിട്ടുണ്ട്. ദുനിയാവിന്റെ ആഡംബരവുമായി ജീവിച്ചതല്ല, സമൂഹത്തിന് വേണ്ടി ജീവിച്ചതാണ് കേട്ടോ. അലി ഇബ്നു അബീ താലിബ് തുരുതരാ ചുംബിക്കുന്നു, സഹാബത്ത് ചുംബിക്കുന്നു, ഈ വന്ന യഹൂദിയും ചുംബിക്കുന്നു. ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ കുപ്പായത്തിന് എന്തൊരു സുഗന്ധമാണ് അല്ലാഹ്, എന്തൊരു നല്ല മണമാണ് അല്ലാഹ്. അവിടുന്ന് വഫാത്തിന് മുമ്പ് ധരിച്ച കുപ്പായത്തിന് ഇത്ര സുഗന്ധമാണെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധം എന്തായിരിക്കും അല്ലാഹ്. ചുംബിച്ചുകൊണ്ട് ഖബറിന്റെ സമീപത്തേക്ക് അങ്ങ് നീങ്ങിയിട്ട്, യാ റബ്ബി അന്നക അഹദുൽ ഫർദുൽ സമദ്, റബ്ബേ ഞാൻ സാക്ഷിയാകുന്നു, നീ ഏകനാണ്, നീ ഒറ്റക്കാണ്, നിന്നിലേക്ക് ആർക്കും ആവശ്യമില്ല, നീ എല്ലാവരിലേക്കും, എല്ലാവരും നിന്നിലേക്ക് ആവശ്യമുള്ളവർ, നിന്നിലേക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, നിനക്ക് ആരിലേക്കും ആവശ്യമില്ല, ഏകനാണ് അല്ലാഹ്. വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുഹു വ ഹബീബുഹു. അതേ, വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുക വ ഹബീബുക വസദ്ദഖ്തുഹു ഫീ ജമീഇ മാ ഖാൽ. ഈ ഖബറിൽ കിടക്കുന്ന മഹാനിന്റെ റസൂലാണ്, ഹബീബാണ്. അവിടുന്ന് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു അല്ലാഹ്. ഇൻ ഖബിൽത ഇസ്ലാമി, എന്നെ ഇസ്ലാം നീ സ്വീകരിച്ചെങ്കിൽ ഫഖ്ബിദ് റൂഹി ഇലൈകൽ ആൻ, ഇപ്പോൾ എന്റെ റൂഹ് പിടിക്കണേ അല്ലാഹ്. പറഞ്ഞു തീരുമ്പോഴേക്ക് അതാ മറിഞ്ഞു വീണ് വഫാത്തായി പോയി. സഹാബത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ബഖീൽ മറവ് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ, ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അവിടുത്തെ കാണണം, ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തിരുശേഷിപ്പ് കാണണം, അവിടുത്തെ കുപ്പായം കാണണം, അവിടുത്തെ രോമം കാണണം, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശഹർ മുബാറക് കാണണം, അത് ചുംബിക്കണം. വലിയ വാശിക്കാരനായ മുശ്രിക്കായിരുന്നില്ലേ സുഹൈൽ ഇബ്നു അംർ? ഹജ്ജത്തുൽ വദായിൽ അവിടുത്തെ മുടി കഷ്ടമെടുത്ത് അതാ കണ്ണിന് വെക്കുകയല്ലേ. ഈമാൻ ഖൽബിൽ കടന്നാൽ അങ്ങനെയല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് കൃത്യമായി നിസ്കരിച്ച് സുന്നത്തുകൾ ജീവിതത്തിലെടുത്ത് ഹറാമുകൾ കൈയൊഴിച്ച് തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ.